നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. UAE-യിലെ പ്രവാസി തൊഴിലാളികൾക്ക് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പരിശീലനം നൽകുക KMCC, അഡാപ്റ്റ് എന്നിവരുമായി സഹകരിച്ച്. ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികൾക്കായുള്ള ഇൻഷുറൻസ് പദ്ധതിയായ ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ വിപുലീകരിച്ചു. ദുബായ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പുതിയ പദ്ധതി. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് മന്ത്രിസഭാ യോഗം. ജീവനക്കാരൻ മരിക്കുമ്പോൾ ആശ്രിതന് 13 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകണം. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആശ്രിത നിയമനം ഉണ്ടാകില്ല. പുനർനിയമനത്തിലും സർവീസ് നീട്ടൽ സമയത്തും മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ജോലിയില്ല. സ്വമേധയാ സർവീസ് വിട്ടവരുടെ ആശ്രിതർക്കും നിയമനമുണ്ടാകില്ല. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളില്ലെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും തിരിച്ചടവ് പുനഃക്രമീകരിക്കണമെന്നും കേന്ദ്രം. വായ്പ എഴുതിത്തള്ളുന്നത് പരിഗണിക്കണമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. വയനാട്ടിലെ ടൗൺഷിപ്പിന് നാളെ തറക്കല്ലിടും. എമ്പുരാൻ നാളെ എത്തും. തിയേറ്ററുകളിൽ ആദ്യ ഷോ രാവിലെ 6 മണിക്ക്. ആശംസകളുമായി മമ്മൂട്ടി ഉൾപ്പെടെയുള്ള താരനിരകൾ. വിശദമായ വാർത്ത നോക്കാം. UAE-യിലെ പ്രവാസി തൊഴിലാളികൾക്ക് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുമായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്. പ്രവാസി സംഘടനയായ KMCC, വിദ്യാഭ്യാസ സ്ഥാപനമായ അഡാപ്റ്റ് എന്നിവരുമായി സഹകരിച്ചാണ് തൊഴിലാളികൾക്ക് ഡിജിറ്റൽ AI സാങ്കേതിക മേഖലകളിൽ പരിശീലനം നൽകുക. ഓൺലൈൻ തട്ടിപ്പിനിരയാകുന്ന പ്രവാസി തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നത്. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പ്രവാസി സംഘടനയായ KMCC, വിദ്യാഭ്യാസ സ്ഥാപനമായ എഡാപ്റ്റ് എന്നിവരുമായി ചേർന്ന് 5000 തൊഴിലാളികൾക്കാണ് ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ AI മേഖലയെക്കുറിച്ച് അവബോധം നൽകുന്ന കോഴ്സുകൾ നടത്തുക. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നടന്ന ചടങ്ങിൽ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനാണ് പ്രവാസി തൊഴിലാളികൾക്കുള്ള സൗജന്യ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി പ്രഖ്യാപിച്ചത്. പ്രവാസി തൊഴിലാളികൾ വ്യാപകമായി ഓൺലൈൻ തട്ടിപ്പിന് വിധേയമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു പദ്ധതിയെന്ന് KMCC UAE ദേശീയ ജനറൽ സെക്രട്ടറി PK അൻവർ നഹ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് നമ്മൾ ആളുകൾക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ ഇതിന് ലേണർക്ക് കിട്ടാൻ പോകുന്നത് ഡിജിറ്റൽ ലിറ്ററസി, അതുപോലെ AI, പിന്നെ അതോടൊപ്പം തന്നെ ഇത് 2 രീതിയിൽ നമ്മൾ കാണണം. ഒരാളുടെ പ്രൊഫഷണൽ ലൈഫിനെ ഇത് എൻഹാൻസ് ചെയ്യും, അതോടൊപ്പം തന്നെ അയാളുടെ പ്രൈവറ്റ് ഫാമിലി ലൈഫിനെ ഇത് എൻഹാൻസ് ചെയ്യും. കാരണം വളർന്നു വരുന്ന കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കാൻ ഒരു പാരൻ്റ് എന്ന നിലയിൽ അയാൾക്ക് കഴിയും വിധം അയാളെ പൊക്കിയെടുക്കുക എന്നുള്ളതാണ്. അതും കൂടി ഈ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഭാഗമായി KMCC കാണുന്നുണ്ട്. മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ കോഴ്സ് ഉണ്ടാകും. തൊഴിലാളികൾക്ക് വ്യക്തിപരമായി അപേക്ഷ നൽകി പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കും. ആഴ്ചയിൽ 1 ക്ലാസ് എന്ന നിലയിൽ 8 ആഴ്ച കൊണ്ട് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടാൻ കഴിയുന്ന വിധമായിരിക്കും ഡിജിറ്റൽ സാക്ഷരതാ കോഴ്സുകൾ. അമൃത ന്യൂസ്, ദുബായ്. ഇന്ത്യൻ ബ്ലൂ കോളർ തൊഴിലാളികൾക്ക് വേണ്ടി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നടപ്പാക്കിയ ലൈഫ് പ്രൊട്ടക്ഷൻ പ്ലാൻ എന്ന പേരിലുള്ള ഇൻഷുറൻസ് പദ്ധതി കൂടുതൽ വിപുലീകരിച്ചു. ദുബായ് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് 32 ദിർഹം പ്രതിവർഷ പ്രീമിയം വരുന്ന പുതിയ ഇൻഷുറൻസ് പദ്ധതി അവതരിപ്പിച്ചത്. 10-ൽ കൂടുതൽ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ പദ്ധതിയിൽ ജീവനക്കാരെ ഉൾപ്പെടുത്താം. 18 മുതൽ 69 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അംഗങ്ങളാകാം. വർഷം 32 ദിർഹമാണ് പ്രീമിയം. മരണമോ സ്ഥിരം ശാരീരിക വൈകല്യം ഉണ്ടാക്കുന്ന അപകടമോ സംഭവിച്ചാൽ 35,000 ദിർഹം വരെ ഇൻഷുറൻസ് ആനുകൂല്യം ലഭിക്കും. മൃതദേഹം നാട്ടിലെത്തിക്കാൻ 12,000 ദിർഹം വരെയുള്ള ചിലവ് ഇൻഷുറൻസ് കമ്പനി നൽകും. സ്വാഭാവിക മരണം സംഭവിക്കുന്ന തൊഴിലാളികളുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ നിലവിൽ ഇൻഷുറൻസ് സംവിധാനം ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വർഷം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ഇത്തരമൊരു പദ്ധതി ആരംഭിച്ചത്. 37 ദിർഹം മുതൽ 72 ദിർഹം വരെ പ്രീമിയമുള്ള നിലവിലെ ഇൻഷുറൻസ് പദ്ധതി തുടരുമെന്നും കമ്പനികൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ തിരഞ്ഞെടുക്കാമെന്നും കോൺസുൽ ജനറൽ അറിയിച്ചു. അമൃത ന്യൂസ്, ദുബായ്.
അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് ഹിന്ദു മന്ദിർ സന്ദർശിക്കാൻ മുൻകൂർ രജിസ്ട്രേഷൻ നിർബന്ധമാണെന്ന് അധികൃതർ അറിയിച്ചു. പെരുന്നാൾ അവധി ദിനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള തിരക്ക് കണക്കിലെടുത്താണ് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത്. മന്ദിർ അബുദാബി മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയാണ് സന്ദർശകർ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്ട്രേഷൻ നടത്തുന്നവർ നിശ്ചിത സമയത്ത് ഹിന്ദു മന്ദിറിൽ എത്തിച്ചേരണമെന്നും ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. അബുദാബി പോലീസുമായി സഹകരിച്ചാണ് ക്ഷേത്രം അധികൃതർ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത്. മുൻകൂർ രജിസ്ട്രേഷൻ ഇല്ലാതെ എത്തുന്ന സന്ദർശകർക്ക് പ്രവേശനം ഉറപ്പാക്കാൻ സാധിക്കില്ല. ഈദ് അവധി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയായിരിക്കും പ്രവേശന സമയം. എന്നാൽ തിങ്കളാഴ്ച ക്ഷേത്രത്തിൽ സന്ദർശകർക്ക് പ്രവേശനം ഉണ്ടാകില്ല. ഈദ് അൽ ഫിത്തർ അവധിക്ക് ശേഷം ജാഫിയയിലെ പ്രധാന കസ്റ്റമർ ഹാപ്പിനെസ് സെന്റർ താൽക്കാലികമായി അടയ്ക്കുമെന്ന് ദുബായ് GDRFA അറിയിച്ചു. അറ്റകുറ്റപ്പണികളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഭാഗമായാണ് ഈ നടപടി. സേവനങ്ങൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ മാക്സ് മെട്രോ സ്റ്റേഷന് പുറകിലായി ഒരു താൽക്കാലിക കേന്ദ്രം GDRFA സജ്ജീകരിച്ചിട്ടുണ്ട്. ജാഫിയയിൽ ലഭിച്ചിരുന്ന എല്ലാ സേവനങ്ങളും ഇവിടെ ലഭ്യമാകും. ഉപഭോക്താക്കൾ അവരുടെ ഇടപാടുകൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ 24 മണിക്കൂറും ലഭ്യമായ സ്മാർട്ട് ആപ്ലിക്കേഷനുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കുവൈറ്റിലെ ബാങ്കുകളിൽ നടന്നുവരുന്ന എല്ലാ സമ്മാന നറുക്കെടുപ്പുകളും നിർത്തിവെക്കാൻ കുവൈറ്റ് സെൻട്രൽ ബാങ്കിന്റെ നിർദ്ദേശം. ഹല ഫെസ്റ്റിവൽ നറുക്കെടുപ്പിൽ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്നാണ് രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകൾക്കും സെൻട്രൽ ബാങ്ക് അടിയന്തര സന്ദേശം നൽകിയത്. നിലവിൽ പ്രാദേശിക ബാങ്കുകൾ നടത്തിവരുന്ന നറുക്കെടുപ്പിനെ കുറിച്ച് വിലയിരുത്തി നടപടികൾ സുതാര്യമാണോ എന്ന് പരിശോധിക്കും. ബാങ്കുകൾ ത്രൈമാസം, മാസം, ആഴ്ചകളിൽ കൂടാതെ ദിനംതോറും സമ്മാനങ്ങൾ നൽകുന്ന പദ്ധതികൾ നടത്താറുണ്ട്. സെൻട്രൽ ബാങ്കിന്റെ വിശദമായ അവലോകനത്തിന് ശേഷം മാത്രമേ ഇനി സമ്മാന നറുക്കെടുപ്പുകൾക്ക് അനുമതി നൽകുകയുള്ളൂ എന്ന് സർക്കുലറിൽ വ്യക്തമാക്കി. കുവൈറ്റിൽ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പ് തട്ടിപ്പിനെ തുടർന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി സിയാദ് അൽ നജീം രാജിവെച്ചു. റാഫേൽ കൂപ്പണുകളിൽ കൃത്രിമം കാണിക്കുന്നതിലേക്ക് നയിച്ച പ്രശ്നം ഒറ്റപ്പെട്ടൊരു സംഭവമല്ലെന്നും കാലക്രമേണ വർദ്ധിച്ചു വരുന്ന ഒരു ദീർഘകാല പ്രശ്നമാണെന്നും രാജിയെ തുടർന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അദ്ദേഹം പറഞ്ഞു. മന്ത്രാലയത്തിലെ ഏതെങ്കിലും പ്രത്യേക കക്ഷിയെ കുറ്റപ്പെടുത്താനോ ഉത്തരവാദിത്തപ്പെടുത്താനോ ഞാനില്ല എന്നും എന്നിരുന്നാലും ധാർമ്മിക ഉത്തരവാദിത്തബോധം കാരണമാണ് സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം അറിയിച്ചു. രാജ്യത്തെ ഹല ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവാസി യുവതിയെയും ഭർത്താവിനെയും വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്വദേശിയെയും ആഭ്യന്തര മന്ത്രാലയം അറസ്റ്റ് ചെയ്തിരുന്നു. മറ്റു വാർത്തകൾ നോക്കാം. ആശ്രിത നിയമന വ്യവസ്ഥകൾ പരിഷ്കരിച്ച് മന്ത്രിസഭാ യോഗം. ആശ്രിതന് 13 വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകണം. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ആശ്രിത നിയമനം ഉണ്ടാകില്ല. പുനർനിയമനത്തിലും സർവീസ് നീട്ടൽ സമയത്തും മരിക്കുന്നവരുടെ ആശ്രിതർക്ക് ജോലിയില്ല. സ്വമേധയാ സർവീസ് വിട്ടവരുടെ ആശ്രിതർക്കും നിയമനം ഉണ്ടാകില്ല. സമാശ്വാസ തൊഴിൽദാന പദ്ധതി പ്രകാരമുള്ള ആശ്രിത നിയമന വ്യവസ്ഥകൾ പുതുക്കിയത് മന്ത്രിസഭായോഗം തത്വത്തിൽ അംഗീകരിച്ചു. ഇൻവാലിഡ് പെൻഷനറായ ജീവനക്കാർ മരണപ്പെട്ടാൽ ആശ്രിതർക്ക് പദ്ധതി വഴി നിയമനത്തിന് അർഹതയില്ല. സർവീസ് നീട്ടിക്കൊടുക്കൽ വഴിയോ പുനർനിയമനം മുഖേനയോ തുടരാൻ അനുവദിക്കുകയും ആ സമയത്ത് മരിക്കുകയും ചെയ്യുന്ന ജീവനക്കാരുടെ ആശ്രിതർക്കും അർഹതയില്ല. എയ്ഡഡ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ആനുകൂല്യത്തിന് അർഹരല്ല. സ്വമേധയാ വിരമിച്ച ജീവനക്കാർ മരണപ്പെട്ടാൽ അവരുടെ ആശ്രിതർക്കും നിയമനത്തിന് അർഹതയില്ല. ജീവനക്കാരൻ മരണമടയുന്ന തീയതിയിൽ 13 വയസ്സോ അതിനു മുകളിലോ ആശ്രിതർക്ക് പ്രായമുണ്ടാകണം. വിധവ, വിഭാര്യൻ, മകൻ, മകൾ, ദത്തെടുത്ത മക്കൾ, അവിവാഹിതനായ ജീവനക്കാരനാണെങ്കിൽ അച്ഛൻ, അമ്മ, അവിവാഹിതരായ സഹോദരങ്ങൾ എന്നീ മുൻഗണനാക്രമത്തിലാണ് നിയമനത്തിന് അർഹതയുള്ളത്. വിവാഹമോചിതരായ സർക്കാർ ജീവനക്കാർ സർവീസിലിരിക്കെ മരണമടയുന്ന സാഹചര്യത്തിൽ മക്കളുണ്ടെങ്കിൽ മകൻ, മകൾ, ദത്തുമക്കൾ എന്നീ മുൻഗണനാക്രമത്തിലും അച്ഛൻ, അമ്മ, അവിവാഹിതരായ സഹോദരങ്ങൾ എന്നീ മുൻഗണനാക്രമത്തിലും നിയമനം നൽകാവുന്നതാണ്. പക്ഷേ തഹസിൽദാരുടെ സാക്ഷ്യപത്രം ഹാജരാക്കണം. ആശ്രിത നിയമന അപേക്ഷകളിൽ കാലതാമസമുണ്ടാകുന്ന സാഹചര്യം കൂടി കണക്കിലെടുത്താണ് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്രത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് സ്വീകരിക്കാൻ തീരുമാനിച്ച മന്ത്രിസഭായോഗം. ദീർഘകാല വായ്പയായി നൽകുന്ന 817 കോടി രൂപ ഗ്രാന്റായി തിരിച്ചടയ്ക്കാൻ കേന്ദ്രവുമായി പിന്നീട് ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന് മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തുറമുഖങ്ങളുടെ അടക്കം അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സർക്കാർ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അഥവാ VGF സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്നത്. അനുവദിക്കുന്ന തുക പലിശ സഹിതം തിരിച്ചടക്കണം. 817 കോടി രൂപയാണ് ഈ ഇനത്തിൽ വിഴിഞ്ഞം തുറമുഖത്തിന് അനുവദിക്കുന്നത്. വ്യവസ്ഥകളോടെ ഫണ്ട് സ്വീകരിക്കുന്നതിൽ കടുത്ത എതിർപ്പാണ് സംസ്ഥാനത്തിന് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിന് തുക നൽകാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതിനാൽ
തുക കൈപ്പറ്റാൻ ക്യാബിനറ്റ് തീരുമാനിക്കുകയായിരുന്നുവെന്നും പിന്നീട് വ്യവസ്ഥകൾ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്നും മന്ത്രി VN വാസവൻ പറഞ്ഞു. തൂത്തുക്കുടിക്ക് ഗ്രാന്റായാണ് ഈ ഫണ്ട് അനുവദിച്ചത്. ഒരേ വിഷയത്തിൽ രണ്ട് നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം വിവേചനപരമാണെന്നും മന്ത്രി പറഞ്ഞു. ഏതായിരുന്നാലും ഇപ്പോൾ VGF അവർക്ക് കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നതുകൊണ്ട് നമ്മളത് ഇപ്പോൾ നിലവിൽ VGF വാങ്ങാൻ തന്നെ തീരുമാനിച്ചു. ഈ പ്രശ്നത്തിൽ നമ്മുടെ നിലപാടുകൾ നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. കേന്ദ്ര ഗവൺമെൻറ് തൂത്തുക്കുടിക്ക് കൊടുത്തപ്പോൾ ഈ കാര്യത്തിൽ ഗ്രാൻഡായി തന്നെ അനുവദിക്കുകയും കേരളത്തിന് തരുമ്പോൾ അത് ലോണായി പരിഗണിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നപ്പോൾ ഒരേ വിഷയത്തിൽ രണ്ട് തരത്തിലുള്ള സമീപനം സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് നിലപാട് വിവേചനപരമാണെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വെച്ച് ഇതിൻ്റെ പേരിൽ തർക്കമായിട്ട് നിൽക്കാതെ ഇപ്പോൾ VGF നമ്മൾ വാങ്ങിയെടുക്കുകയും ഒപ്പം നമുക്ക് ഈ കാര്യം സംബന്ധിച്ച് വീണ്ടും കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താനുള്ള കാര്യങ്ങൾ പെടുത്തി മുന്നോട്ട് പോകാൻ 5000 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖത്തിനായി ചെലവഴിച്ചു കഴിഞ്ഞു. 146 കോടി രൂപയുടെ പുലിമുട്ടിന്റെ നിർമ്മാണം, മത്സ്യബന്ധന സൗകര്യങ്ങൾ എന്നിവ ഹാർബർ നിർമ്മാണത്തിന്റെ ഭാഗമായി ഒരുക്കേണ്ടതുണ്ട്. ഇതിനായി നബാർഡിൽ നിന്നുമെടുത്ത 2100 കോടി രൂപ വായ്പയിൽ 617 കോടി രൂപ ഇനി സർക്കാരിന്റെ കൈവശമുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളുന്ന കാര്യം പരിഗണിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഹൈക്കോടതി. എഴുതിത്തള്ളാനാവില്ലെന്നും പകരം തിരിച്ചടവിന് 1 വർഷം സാവകാശം നൽകാമെന്നും കേന്ദ്ര സർക്കാർ. നഷ്ടപരിഹാര തുക കുറഞ്ഞുപോയെന്ന് എൽസൺ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ അറിയിച്ചു. വയനാട് ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളണമെന്ന ആവശ്യമാണ് ഹൈക്കോടതി സർക്കാരിനോട് ഉന്നയിച്ചത്. എന്നാൽ ബാങ്ക് വായ്പ എഴുതിത്തള്ളാനാകില്ലെന്നും ഇത് തെറ്റായ കീഴ്വഴക്കമാണ് നൽകുന്നതെന്നും കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞു. ബാങ്ക് വായ്പ എഴുതിത്തള്ളുന്നത് ഒരു കീഴ്വഴക്കമായാൽ രാജ്യമൊട്ടാകെ ഇത്തരത്തിൽ പബ്ലിക് ഫണ്ട് എഴുതിത്തള്ളേണ്ടി വരുമെന്നും കേന്ദ്ര സർക്കാർ ന്യായീകരിച്ചു. പകരം 1 വർഷത്തെ മൊറട്ടോറിയം നൽകാമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ പറഞ്ഞത്. മൊറട്ടോറിയമല്ല ആവശ്യം, ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുവാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് പരിഗണിക്കണമെന്നാണ് ഹൈക്കോടതി വീണ്ടും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. മൊറട്ടോറിയം ഏർപ്പെടുത്തിയാൽ ദുരന്തബാധിതർക്ക് വീണ്ടും അധിക പലിശ നൽകേണ്ടി വരും. ഇതിനിടെ നഷ്ടപരിഹാര തുക കുറഞ്ഞുപോയെന്ന് വീണ്ടും എൽസൺ എസ്റ്റേറ്റ് ഹൈക്കോടതിയിൽ വാദമുന്നയിച്ചു. അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്നാണ് കമ്പനിയുടെ വാദം. ബാങ്ക് വായ്പ എഴുതിത്തള്ളണമെന്ന ഹൈക്കോടതിയുടെ ആവശ്യം പരിഗണിക്കണമെന്ന നിർദ്ദേശത്തോടു കൂടിയാണ് ഹർജി വീണ്ടും പരിഗണിക്കാൻ മാറ്റിയത്. അമൃത ന്യൂസ്, കൊച്ചി. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായുള്ള വയനാട്ടിലെ ടൗൺഷിപ്പിന് നാളെ തറക്കല്ലിടും. എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിലാസ്ഥാപനം നിർവഹിക്കും. ഈ വർഷം തന്നെ വീടുകൾ കൈമാറാൻ സാധിക്കുമെന്ന് നിർമ്മാണ ചുമതലയിലുള്ള സ്പെഷ്യൽ ഓഫീസർ S. സുഹാസ് IAS പറഞ്ഞു. സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള ഫ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റനിലകളിൽ ക്ലസ്റ്ററുകൾ തിരിച്ചാണ് വീടുകൾ നിർമ്മിക്കുക. വീടുകൾക്കൊപ്പം പൊതുസ്ഥാപനങ്ങൾക്ക് പ്രത്യേക കെട്ടിടങ്ങൾ, റോഡ് അനുബന്ധ സ്ഥാപനങ്ങൾ, വ്യാപാര വാണിജ്യ സൗകര്യങ്ങൾ എന്നിവയും സജ്ജമാക്കും. ടൗൺഷിപ്പിന്റെ ഭാഗമായി ആരോഗ്യ കേന്ദ്രം, ആധുനിക അംഗനവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്റർ എന്നിവയും നിർമ്മിക്കും. തറക്കല്ലിടൽ ചടങ്ങിൽ റവന്യൂ മന്ത്രി K. രാജൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രിയങ്ക ഗാന്ധി MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പങ്കെടുക്കും. ദുരന്തബാധിതർ ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിനെത്തും. 1500 പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ള ജർമ്മൻ ടെന്റും സജ്ജമായി കഴിഞ്ഞു. വളരെ വേഗത്തിൽ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് ടൗൺഷിപ്പ് നിർമ്മാണ ചുമതലയുള്ള S. സുഹാസ് IAS പറഞ്ഞു. നമുക്ക് വർക്ക് തുടങ്ങിയ ശേഷം മെട്രോ പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഡിസംബർ ജാനുവരിയിൽ മുമ്പിലാണ് എല്ലാ രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കോംപ്രഹെൻസീവ് കമ്മ്യൂണിറ്റി ലിവിംഗ് സ്പേസ് തയ്യാറാക്കി ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കാനുള്ള നഷ്ടപരിഹാര തുക കഴിഞ്ഞ ദിവസം കോടതിയിൽ സർക്കാർ കെട്ടിവെച്ചിരുന്നു. ഏപ്രിൽ 3-നുള്ള ഹൈക്കോടതി ഉത്തരവിന് ശേഷം ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിൽ 410 വീടുകൾ നിർമ്മിക്കാൻ സാധിക്കും. അമൃത ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ചൂരൽമല പ്രകൃതി ദുരന്തബാധിതർക്കായി CSI മലബാർ മഹാ ഇടവക നിർമ്മിച്ചു നൽകുന്ന 16 വീടുകളുടെയും കമ്മ്യൂണിറ്റി ഹാളിന്റെയും ശിലാസ്ഥാപനം നാളെ നടക്കും. രാവിലെ 9:30 ബിഷപ്പ് റൈറ്റ് റവർ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കും. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി മേപ്പാടി തൃക്കരിപ്പറ്റയിൽ 1 ഏക്കർ 10 സെന്റ് ഭൂമി വിലക്കെടുത്താണ് വീടുകൾ നിർമ്മിച്ചു നൽകുന്നത്. അതോടൊപ്പം സങ്കേതം ഭവന നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി ഭവനരഹിതർക്ക് നിർമ്മിച്ചു നൽകുന്ന 10 വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കായി ഈ വർഷം മുതൽ സ്കോളർഷിപ്പുകൾ വിതരണം ചെയ്യാനും തീരുമാനമായിട്ടുണ്ടെന്നും ബിഷപ്പ് റൈറ്റ് റവർ ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ അറിയിച്ചു.
ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രം എമ്പുരാൻ നാളെ തിയേറ്ററുകളിലേക്ക്. എമ്പുരാൻ ഒരു അത്ഭുതമായി മാറിയിരിക്കുകയാണെന്ന് മോഹൻലാൽ. 3-ാം ഭാഗം ഇതിനേക്കാൾ വലുതായിരിക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. ആദ്യ ഭാഗം കാണാത്തവർക്കും എമ്പുരാൻ കഥ പൂർണ്ണമായും മനസ്സിലാകുമെന്ന് പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തു. ജിദ്ദയിൽ പുതുതായി ആരംഭിച്ച ബോട്ട് സർവീസിൽ നിരക്കിളവ് പ്രഖ്യാപിച്ചു. ജിദ്ദ ട്രാൻസ്പോർട്ട് കമ്പനിയാണ് ഈദുൽ ഫിത്തർ സീസണിൽ സീ ടാക്സി നിരക്കുകളിൽ 50% നിരക്കിളവ് പ്രഖ്യാപിച്ചത്. മാർച്ച് 23 മുതൽ ഏപ്രിൽ 3 വരെ 25 റിയാലാണ് നിരക്കിളവുള്ളത്. ജിദ്ദ യാച്ച് ക്ലബിനെയും ഹിസ്റ്റോറിക് ജിദ്ദ ജില്ലയെയും ബന്ധിപ്പിക്കുന്നതാണ് സീ ടാക്സി സർവീസ് നടത്തുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാം. ഷാർജ മലയാളി സമാജത്തിന്റെ ഇഫ്താർ സംഗമം ഷാർജയിലെ നൂർ അൽ ഹിലാൽ റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു. പ്രസിഡന്റ് പുഷ്പരാജ് ആദവനാടിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജിജോ കളീക്കൽ സ്വാഗതം പറഞ്ഞു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ സമാജത്തിന്റെ വരും വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മതപണ്ഡിതൻ ആബിദ് ലുത്ഫി ഇഫ്താർ സന്ദേശം നൽകി. റാണി മാത്യു, കുമാരി, സംഹിത ശ്രീധർ തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി. പ്രവാസി ഹെൽപ്പ് ഡെസ്ക് സിഇഒ സബീന അൻവർ നോർക്ക പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. 16-കാരിയെ വിവാഹം ചെയ്ത് സൗദിയിലേക്ക് പോയ ശേഷം വധുവിന്റെ പരാതിയിൽ പോക്സോ കേസിൽ കുടുങ്ങിയ മണ്ണാർക്കാട് സ്വദേശി റിയാദിൽ നിന്ന് കേരള പോലീസ് നാട്ടിലെത്തിച്ചു. ഇന്നലെ രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസിൽ പുറപ്പെട്ട ഇവർ രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തി. മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ നടപടികൾ പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കും. 2022-ലാണ് 16 വയസ്സുള്ള കുട്ടിയെ യുവാവ് വിവാഹം ചെയ്തത്. റിയാദിൽ ജോലി ചെയ്യുന്ന ഇദ്ദേഹം അവധിക്കെത്തി വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി. മാസങ്ങൾക്ക് ശേഷം വധുവും ബന്ധുക്കളും ഭർത്താവ് പീഡിപ്പിച്ചെന്നാരോപിച്ച് മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പ്രതി റിയാദിലായതിനാൽ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടി. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അറസ്റ്റ് ഭയന്ന് 2022-ന് ശേഷം ഇദ്ദേഹം നാട്ടിൽ പോയിട്ടില്ല. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് കൂടി പുറപ്പെടുവിച്ചതോടെ നാഷണൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ആവശ്യപ്രകാരം സൗദി ഇന്റർപോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. സംസ്ഥാനത്ത് കർഷക ക്ഷേമ പെൻഷനായി അപേക്ഷ നൽകി വർഷങ്ങളായി കാത്തിരിക്കുന്നത് 6000-ൽ പരം കർഷകർ. കാസർഗോഡ് ബേഡെടുക്കയിൽ മാത്രം പെൻഷൻ അപേക്ഷിച്ചിട്ട് കാത്തിരിക്കുന്നത് 72ഓളം കർഷകരാണ്. മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലും നിയമസഭാ സമിതിയിലുമടക്കം പരാതി നൽകിയ കർഷകർ 1600 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കാതെ നിരാശയിലാണ്. കർഷകക്ഷേമം ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം അവകാശപ്പെടുന്ന ഇടത് സർക്കാരിന്റെ ഭരണകാലത്തിനിടയിലാണ് പെൻഷനായി അപേക്ഷിച്ചിട്ട് 4 വർഷത്തോളം കാത്തിരുന്നിട്ടും പെൻഷൻ ലഭിക്കാത്തതിന്റെ നിരാശ അറിയിച്ച് കർഷകർ രംഗത്തെത്തുന്നത്. കാസർഗോഡ് ബേഡെടുക്ക ഗ്രാമപഞ്ചായത്തിലെ 60 വയസ്സ് പിന്നിട്ട 78ഓളം കർഷകർക്ക് ഇതുവരെയായിട്ടും അർഹമായ 1600 രൂപ പെൻഷൻ കൈകളിലെത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര, മനുഷ്യാവകാശ കമ്മീഷൻ, കേരള നിയമസഭയുടെ മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച സമിതി എന്നിവിടങ്ങളിലടക്കം പരാതി നൽകിയിട്ടും ഫലമില്ലെന്ന് കർഷകർ പറഞ്ഞു. 2021 ജനുവരി 18-നാണ് ഈ അപേക്ഷ കൊടുത്തത്. ഇന്നലെ ഞങ്ങളുടെ കൃഷി ഓഫീസറോട് പോയിട്ട് പറഞ്ഞു, എന്തായി ആ കർഷക പെൻഷൻ എന്തായി, പാസ്സായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പാസ്സായി, പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടും, എത്രയും പെട്ടെന്ന് കിട്ടും എന്നാണ് നമ്മളോട്. ഞാൻ പറഞ്ഞു കിട്ടുന്ന കൊല്ലങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്, അത് കിട്ടുമെന്ന് പറഞ്ഞതിനെ കൊണ്ട് ഇപ്പോൾ എന്തെന്ന് കാര്യമില്ലേ എന്ന് പറയുമ്പോൾ കൃഷി ഓഫീസർ നമ്മളോട് പിന്നൊന്നും പറഞ്ഞില്ല. ഈ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട്. 2-3 വർഷമായി ഞാൻ കൊടുത്തിട്ട് പെൻഷന് ഇതുവരെ കിട്ടുമെന്ന് പറയുന്നതല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയിട്ട. മലയോര ഗ്രാമപഞ്ചായത്തായ ബേഡെടുക്കയിൽ പെൻഷനായി അപേക്ഷിച്ച് കാത്തിരിപ്പ് നീളവേ പട്ടികയിൽ ഉൾപ്പെട്ട 10ഓളം കർഷകർ മരണപ്പെടുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ 611 കർഷകർ പെൻഷൻ അർഹരായ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ചെറുകിട നാമമാത്ര കർഷക പെൻഷൻ പദ്ധതിയിൽ അപേക്ഷ നൽകി 6201 കർഷകർ സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കാതെ വർഷങ്ങൾ തള്ളി നീക്കുകയാണ്. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. നിറത്തിനു നേരെയുള്ള പരിഹാസത്തെ ശക്തമായി വിമർശിച്ച ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്ത് വന്നു. ചീഫ് സെക്രട്ടറിക്ക് തന്റെ സല്യൂട്ട് എന്നും സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനടക്കം രംഗത്തെത്തി. നിറത്തിന്റെ പേരിൽ താൻ നേരിട്ട അധിക്ഷേപം പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നത്. ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ ഡോക്ടർ വി വേണുവിനെയും തന്നെയും നിറത്തിന്റെ പേരിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഒരു വ്യക്തി അവഹേളിച്ചതാണ് കുറിപ്പിന്റെ ആധാരം. വളരെ വൈകാരികവും ഹൃദയസ്പർശിയുമായാണ് ശാരദാ മുരളീധരൻ ഈ ഒരു വിവേചനത്തെ വിമർശിക്കുന്നത്. കറുപ്പിനോട് ഇത്രയും നിന്ന എന്തിനാണ്? പ്രപഞ്ചത്തിലെ സർവ്വവ്യാപിയായ പൊരുളാണ് കറുപ്പ്. എന്തിനേയും ആഗിരണം ചെയ്യാൻ കഴിവുള്ളതാണ് കറുപ്പ്. മനുഷ്യകുലത്തിന്
അറിയാവുന്നിടത്തോളം ഏറ്റവും കരുത്തുറ്റ ഊർജത്തിന്റെ തുടിപ്പാണത്. 4 വയസ്സുള്ളപ്പോൾ താൻ അമ്മയോട് ചോദിച്ചു, ഗർഭപാത്രത്തിലേക്ക് തന്നെ തിരിച്ചെടുത്ത് വെളുത്ത നിറമുള്ള സുന്ദരിക്കുട്ടിയായി ഒന്നുകൂടെ ജനിപ്പിക്കുമോ എന്ന്. താൻ കാണാതിരുന്ന കറുപ്പിന്റെ ഭംഗി തന്റെ മക്കളാണ് കണ്ടെത്തി തന്നതെന്നും ശാരദാ മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. ചീഫ് സെക്രട്ടറിയുടെ പോസ്റ്റിന് ശക്തമായ പിന്തുണയാണ് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നെത്തുന്നത്. ചീഫ് സെക്രട്ടറിക്ക് തന്റെ സല്യൂട്ടെന്നും കറുത്ത നിറമുള്ള ഒരമ്മ തനിക്കുമുണ്ടായിരുന്നുവെന്ന കുറിപ്പുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തു വന്നു. സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി. ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ശരിക്കും ഇപ്പോൾ പുതിയ തലമുറയിലേക്ക് അത് പോകരുത്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില കമൻറ്റുകൾ ശ്രദ്ധിച്ചാൽ എത്ര വികലമായ മനസ്സുകളാണെന്നും. പണ്ട് റെയിൽവേ സ്റ്റേഷനിലെ നമ്മുടെ ടോയ്ലറ്റിലും പബ്ലിക് ടോയ്ലറ്റിലൊക്കെ അശ്ലീലം എഴുതി വയ്ക്കുമായിരുന്നു ആളുകൾ. ഇപ്പോൾ അവിടെ ഒന്നും കാണാറില്ല അശ്ലീലം, എന്നും കാണാറില്ല അശ്ലീലം, കാരണം അവരെല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും ഉന്നത പദവിയിലിരിക്കുന്ന വ്യക്തിക്ക് സാമൂഹ്യവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി മുന്നിട്ട് നിൽക്കുന്ന കേരളത്തിൽ ഇത്തരം ദുരനുഭവം നേരിടേണ്ടി വന്നുവെങ്കിൽ മറ്റുള്ളവർ നേരിടുന്ന വിവേചനം എത്രത്തോളം കഠിനമെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ കുട്ടികളുടെയും ഒപ്പം നാടിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ബോധവൽക്കരണ പരിപാടികൾക്ക് കൊല്ലം ആലപ്പാട് പഞ്ചായത്തിൽ തുടക്കമായി. അമൃത വിശ്വവിദ്യാപീഠത്തിലെ അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്ത ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെയാണ് സുനാമി ദുരന്ത നിവാരണ പരിശീലന പരിപാടികൾക്ക് തുടക്കമിട്ടത്. ഒമാൻ, UAE, ഇറാൻ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളിലെ തീരപ്രദേശങ്ങളിൽ ഭാവിയിൽ സുനാമി സാധ്യത നിലനിൽക്കുന്നതായുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾക്ക് ആഗോളാടിസ്ഥാനത്തിൽ തുടക്കമിട്ടത്. ഇറാന്റെ തെക്കുകിഴക്കൻ ഭാഗത്തും പാകിസ്ഥാന്റെ തെക്കുപടിഞ്ഞാറൻ ഭാഗത്തുമുള്ള മക്രാൻ ഫോർട്ട് ലൈൻ ഭൂകമ്പത്തിനും തുടർന്ന് സുനാമിക്കും കാരണമാകും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഇന്ത്യ ഉൾപ്പെടെ 5 രാജ്യങ്ങളിലെ തീരദേശത്തെ സാരമായി ബാധിക്കും. ഇതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ ആഗോളാടിസ്ഥാനത്തിൽ നടന്നുവരുന്നു. അമൃത വിശ്വവിദ്യാപീഠം ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസുമായി ഒപ്പുവെച്ച ധാരണാപത്രത്തിലെ സമൂഹ പ്രതിരോധശേഷി, അപകട ദുരന്ത തയ്യാറെടുപ്പ് എന്നിവ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും ഇതിന് മേൽനോട്ടം വഹിക്കുന്നത്. മക്രാൻ ഫോർട്ട് ലൈൻ ഭൂകമ്പത്തെയും തുടർന്നുണ്ടാകുന്ന സുനാമിയുടെയും മുന്നറിയിപ്പിൽ കൊല്ലം ജില്ലയിലെ ആലപ്പാട് തീരപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞുപോകാൻ 2 മണിക്കൂർ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉൾപ്പെടെയുള്ള തീരദേശവാസികളെ ബോധവൽക്കരിച്ച പ്രതിരോധ സംവിധാനം മെച്ചപ്പെടുത്താനാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. ഈ മുന്നൊരുക്കത്തിൽ ഇവരുടെ അഭിപ്രായങ്ങൾ കേട്ട ശേഷമാണ് സുരക്ഷാ മുൻകരുതലുകൾക്ക് രൂപം നൽകുന്നത്. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പാട് പഞ്ചായത്തിലെ കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിച്ച് ചേർത്താണ് ഇതിനായുള്ള ഫോക്കസ് ഗ്രൂപ്പ് ചർച്ച നടന്നത്. ഈ ആലപ്പാട് പഞ്ചായത്തിൽ കോസ്റ്റ് ലൈനിൽ ഒരു 9 സ്കൂൾസ് ഉണ്ട്, LPS, HS സ്കൂൾസ് വെച്ചുകൊണ്ട്. ബട്ട് ഈ കുട്ടികളുടെ റിസ്ക് വളരെ ഹൈ ആണ്. ആൻഡ് സപ്പോസിങ് ഒരു ഡേ ടൈമിൽ സുനാമി വന്നാൽ കുട്ടികൾ അവരുടെ അച്ഛനമ്മമാരുടെ ഒപ്പം ഉണ്ടാവില്ല, സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ സ്കൂൾ പ്രിൻസിപ്പൽ, ഹെഡ് മിസ്ട്രസ്, ടീച്ചേഴ്സ് അവരെല്ലാം ഫസ്റ്റ് റെസ്പോണ്ടേഴ്സാണ്. അപ്പോൾ അവർക്കും അറിയണം, കുട്ടികൾക്കും അറിയണം എന്ത് ചെയ്യണം എന്നിട്ട്. അപ്പോൾ ഇതൊരു അവയർനെസ്സാണ്. നമ്മൾ അവരുടെ ഐഡിയാസ് 2004 എന്താ നോളജ് അവർക്ക് കിട്ടിയത്, അതുകൂടാണ്ട് ഇപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കുട്ടികൾക്ക് വേണ്ടി എന്ത് ട്രെയിനിങ് കൊടുത്താൽ കുറച്ചും കൂടി പ്രിപ്പയർഡ് ആവും. ചില കുട്ടികൾക്ക് സ്വിമ്മിങ് അറിയില്ല, അപ്പോൾ ചിലപ്പോൾ സ്വിമ്മിങ്ങിൻ്റെ ട്രെയിനിങ്, വലിയ കുട്ടികൾക്ക് നമ്മൾ CPR ട്രെയിനിങ്, അല്ലെങ്കിൽ വലിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികളെ എങ്ങനെ നോക്കണം, അങ്ങനത്തെ ഒരു ട്രെയിനിങ് ഒക്കെ കൊടുത്താൽ ബെറ്റർ ആയിരിക്കും. ആൻഡ് പേരൻസിനെ എല്ലാം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഒരു നല്ല സ്ട്രോങ് റെസിലിയൻറ്റ് കമ്മ്യൂണിറ്റി ആക്കാൻ പറ്റും. ദാറ്റ് ഈസ് ദ മെയിൻ ഐഡിയ. 2004 സുനാമിയിൽ നിന്നും ഉൾക്കൊണ്ട പാഠങ്ങൾ, പകൽ സമയത്ത് സുനാമി മുന്നറിയിപ്പുണ്ടായാൽ സ്വീകരിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ, കുട്ടികളുടെ സ്വയം സുരക്ഷയും ഒപ്പം ഇതിനാവശ്യമായ പരിശീലനങ്ങളും ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ രൂപപ്പെടുത്തിയെടുക്കും. ആലപ്പാട് പഞ്ചായത്തിലെ തീരദേശത്തോട് ചേർന്നുള്ള സ്കൂളുകളുടെ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ആലപ്പാട് പഞ്ചായത്തിന്റെയും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൂടി സഹകരണത്തോടെയാണ് ഇത് പൂർത്തിയാക്കുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞുവരുന്ന ആശയങ്ങൾ സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ സഹായത്തോടെ നടപ്പിലാക്കും. അമൃത ന്യൂസ്, കൊല്ലം. SLC പരീക്ഷ അവസാനിച്ചു. ഇന്ന് ബയോളജി പരീക്ഷ കഴിഞ്ഞപ്പോൾ എല്ലാ സ്കൂളുകളിലും കുട്ടികൾ സ്നേഹം പങ്കുവയ്ക്കുന്നതിന്റെയും യാത്ര പറയുന്നതിന്റെയും കാഴ്ചകളാണ് കാണാൻ കഴിഞ്ഞത്. തിരുവനന്തപുരത്ത് കോട്ടൺ ഹിൽ സ്കൂളിൽ കണ്ട കാഴ്ചകൾ. അങ്ങനെ ഒരു SSLC കാലം കൂടി കഴിയുകയാണ്. അവസാന പരീക്ഷ കഴിഞ്ഞതോടെ സന്തോഷവും ആശ്വാസവും എല്ലാ കണ്ണുകളിലും കാണാം. എന്നാൽ അതിനും അപ്പുറത്തേക്കാണ് വേർപാടിന്റെ വേദന.
കെട്ടിപ്പിടിച്ചും പൊട്ടിക്കരഞ്ഞും വേദനയും സന്തോഷവും പങ്കുവെക്കുകയാണ് കുട്ടികൾ. ചായം തേച്ച മുഖങ്ങളാണ് എവിടെയും. സെൽഫിയെടുത്തും യൂണിഫോമിൽ മനോഹര നിമിഷത്തിന്റെ കുറിപ്പുകൾ പരസ്പരം എഴുതി ചേർത്തും അവർ തങ്ങളുടെ SSLC കാലം നെഞ്ചോട് ചേർത്ത് വെക്കുന്നു. ഭയങ്കര വിഷമമായിരുന്നു സർക്കുലർ ഇറങ്ങിയപ്പോൾ. ഗ്രൂപ്പിലൊക്കെ ഈ മെസ്സേജ് വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അയ്യോ, ആഘോഷിക്കാൻ പറ്റില്ലല്ലോ, അവസാന ദിവസം ഒരുമിച്ച് കൂടാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പ്ലാനും ചെയ്തിരുന്നു, പുറത്ത് പോകണം, കൂടണം എന്നൊക്കെ, ലാസ്റ്റ് ദിവസം ആയത് കാരണം. പക്ഷെ അത് പറ്റില്ല എന്ന് ഭയങ്കര വിഷമമായിരുന്നു. ബട്ട് നമ്മൾ ആഘോഷിച്ചു ചെറുതായിട്ടെങ്കിലും. മറ്റൊരിടത്ത് കാണാനായത് പ്രിയപ്പെട്ട സിന്ധു ടീച്ചറെ പിരിഞ്ഞു പോകേണ്ടി വരുന്നതിന്റെ വേദനയാണ്. തന്റെ കുട്ടികളെ ചേർത്ത് പിടിക്കുന്ന ടീച്ചറുടെ കണ്ണുകളിലും അത് കാണാനാകും. അത് ഞാൻ 8ാം ക്ലാസ് മുതൽ വരെ ക്ലാസ് ടീച്ചറായിരുന്നു. അപ്പോൾ എനിക്ക് അത്രയും ഇതാണ് അവർക്ക് എന്നോടതാണ്. നന്നായിട്ട് പഠിപ്പിക്കും. ഞങ്ങൾ 3 വർഷം ഇത്രയ്ക്ക് ഒരുമിച്ചായിരുന്നു. ഞങ്ങൾ അത്രയ്ക്ക് നല്ല തിക് ബോണ്ടാണ്. ഭയങ്കര ഇഷ്ടമാണ് ടീച്ചറെ. അമ്മയെ പോലെ തന്നെ. 11:30 പരീക്ഷ കഴിഞ്ഞെങ്കിലും പലർക്കും സ്കൂൾ വിട്ടു പോകാൻ മനസ്സ് അനുവദിക്കുന്നുമില്ല. പുറത്തു നിന്നുള്ള ഒരു ആഘോഷവും നടത്താൻ പറ്റത്തില്ല, വിഷമത്തിലൊക്കെ ആയിരുന്നു കുട്ടികൾ. എന്നാലും അതൊക്കെ കഴിയും. എന്തായാലും ഇത് കഴിയുമ്പോൾ വീടുകളിലോ മറ്റോ ഒരുമിച്ച് കൂടി ആഘോഷിക്കാം, ഒത്തൊരുമിക്കാം എന്നൊക്കെയാണ് കുട്ടികളുടെയൊക്കെ സന്തോഷമൊക്കെ പങ്കുവയ്ക്കുന്നത്. രാജേഷിനൊപ്പം മൻഫിലി ഡിസൂസ, അമൃത ന്യൂസ്. ഹൈടെക് മഷ്റൂം കൃഷിയിൽ വിജയവുമായി കാസർഗോട്ടെ യുവ കർഷകൻ സച്ചിൻ ജി പൈ. മലയോര മേഖലയിൽ ബലാൽ കൃഷിഭവൻ പരിധിയിലാണ് കാർഷിക ബിരുദധാരിയായ യുവ കർഷകൻ സുസ്ഥിര കൃഷിയുടെ മാതൃക സൃഷ്ടിക്കുന്നത്. കോവിഡ് കാലത്ത് വീട്ടിൽ വെച്ച് സച്ചിൻ ചെറിയ രീതിയിൽ തുടങ്ങിയ മഷ്റൂം കൃഷിയാണ് പരീക്ഷണങ്ങളിലൂടെ ഹൈടെക് തലത്തിലെത്തിയത്. കാർഷിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ സച്ചിൻ ജി പൈ നടത്തുന്ന ഹൈടെക് മഷ്റൂം കൃഷി യൂണിറ്റ് മലയോര ഗ്രാമപഞ്ചായത്തായ ബളാലിലെ നിരവധി കർഷകർക്ക് കൂൺകൃഷി തുടങ്ങുന്നതിനുള്ള പ്രചോദനമായിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ ചെയ്ത ഗ്രോ റൂം, അനുയോജ്യമായ ഈർപ്പം നിലനിർത്തുവാനുള്ള പാഡ് സിസ്റ്റം എന്നിവ കൂണുകളുടെ വളർച്ചയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളതെന്ന് സച്ചിൻ പറഞ്ഞു. രാസവസ്തു വിന്യമല്ലാത്ത കൃഷി ഹൈടെക് മഷ്റൂം യൂണിറ്റിന്റെ സവിശേഷതയാണ്. അറക്കാപ്പൊടിയാണ് പ്രാഥമിക വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നത്. ദിവസേന 40 മുതൽ 80 കിലോഗ്രാം വരെ ഉൽപാദന ശേഷിയുള്ള യൂണിറ്റ് രാസപ്രയോഗങ്ങളില്ലാത്ത മഷ്റൂമുകളുടെ ആവശ്യം നിറവേറ്റുന്നു. US പോയി PhD ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു. പക്ഷേ ഇതിന്റെ മാർക്കറ്റ് സാധ്യത കണ്ടുകൊണ്ട് ഞാൻ ലോൺ എടുത്ത് ഇതിനെ വലിയൊരു സ്കെയിലിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അതുകൊണ്ട് ഗവൺമെൻറ് ജോലിയും അല്ലാണ്ട് ഹയർ സ്റ്റഡീസും സൈഡാക്കിക്കൊണ്ടാണ് ഞാൻ ഈ മഷ്റൂം ഫാമിംഗിലേക്ക് ഇറങ്ങിയത്. കർഷകർക്ക് മഷ്റൂം കൃഷിയിൽ ജോലിയും പരിശീലനവും നൽകുന്നതിലും സച്ചിൻ തയ്യാറാണ്. 7 സ്ത്രീകളടക്കം 14 പേർ നേരിട്ട് ജോലിയിലേർപ്പെടുന്ന മലയോരത്തെ ഹൈടെക് മഷ്റൂം യൂണിറ്റ് സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ കാർഷിക വൃത്തിയിൽ വിജയതരംഗം തീർക്കുകയാണ്. അമൃത ന്യൂസ്, കാസർഗോഡ്. അർജന്റീന ഫുട്ബോൾ ടീം ഒക്ടോബറിൽ കേരളത്തിലെത്തും. മെസ്സി ഉൾപ്പെടെയുള്ള ടീം അന്താരാഷ്ട്ര സൗഹൃദ മത്സരം കളിക്കും. മത്സരത്തിന് കൊച്ചി വേദിയാകുമെന്നും ടീമിന്റെ സ്പോൺസർമാരായ HSBC അറിയിച്ചു. 14 വർഷങ്ങൾക്കു ശേഷമാണ് അർജന്റീന ടീം ഇന്ത്യയിലെത്തുന്നത്. ഇന്ത്യയിലെ ഫുട്ബോൾ വളർച്ച ലക്ഷ്യമിട്ടാണ് അർജന്റീനയുമായി കരാർ ഒപ്പിട്ടതെന്ന് HSBC അധികൃതർ അറിയിച്ചു. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.